കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭരണം നേടിയ UDF-ൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ വീതം വയ്പിൽ ചർച്ചയായില്ല. കോൺഗ്രസും മറ്റ് ഘടകകക്ഷികൾക്കും ഏതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നതിലാണ് തീരുമാനമാകേണ്ടത്. ചർച്ച വൈകുന്നതിൽ കേരള കോൺഗ്രസിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് 5-ാം തീയതി മുതൽ നടക്കുകയാണ്. അതിനു മുമ്പായി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺ സ്ഥാനം ആർക്കെന്നതിൽ ധാരണയാകേണ്ടതുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴും UDF-ൽ വീതം വയ്പ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിനാണ് ആശങ്കയുള്ളത്. അപ്രധാനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നൽകി തങ്ങളെ കോൺഗ്രസ് അവഗണിക്കുമോ എന്ന സംശയം നേതാക്കൾക്കുണ്ട്. കോൺഗ്രസിന് വ്യക്തമായ മേൽക്കൈ എല്ലായിടത്തും ഉള്ളതാണ് കാരണം. UDF-ന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസിന് ഇതിനോട് പൂർണ്ണ യോജിപ്പില്ലെന്നാണ് സൂചന. മുനിസിപ്പാലിറ്റിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസ് തന്നെ കൈവശം വച്ചേക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരംഗം മാത്രമുണ്ടായിരുന്ന കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയിരുന്നു. ഇത്തവണയും അതേ മാതൃക വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. കീരമ്പാറയിൽ 3 അംഗങ്ങൾ പാർട്ടിക്കുണ്ട്. ഇവിടെയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അർഹതയുണ്ടെന്ന് പാർട്ടി കരുതുന്നു. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.